എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിൻസി വർഗീസ്. എൻ്റെ സ്വദേശം പത്തനാപുരത്താണ്. ഞാൻ പഠിച്ചത് സെൻറ്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിലാണ്. എൻ്റെ ഡിഗ്രി ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പത്തനാപുരത്തായിരുന്നു. ഞാൻ PG ചെയ്തത് പന്തളത്താണ്, NSS കോളേജിൽ. അതിനുശേഷം ഞാൻ MBA പൂർത്തിയാക്കിയിട്ട് ഞാൻ അധ്യാപകനായിട്ട് പത്തനാപുരം അലൈൻമെൻ സ്കൂളിൽ 2 വർഷക്കാലം ജോലി ചെയ്തു. അതിനുശേഷം എനിക്ക് ബാങ്കിൽ ഒരു ജോലി ലഭിക്കുകയും ആക്സിസ് ബാങ്ക് കൊല്ലത്ത് ഞാൻ 2.5 വർഷക്കാലത്തോളം ജോലി ചെയ്തു. ആ സമയത്ത് എൻ്റെ മൂത്ത ബ്രദറിലോയ്ക്ക് അവിടെ ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ ഒരു ക്രമീകരണമായിട്ട് ഞാൻ സൗദി അറേബ്യക്ക് പോവുകയും അവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇൻഷുറൻസ് സെക്ടറിലേക്ക് ഒരു ഓഫർ ലഭിക്കുകയും ഞാൻ ഇൻഷുറൻസ് ഫേമിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി അവിടെ പോകുന്നു. വാല ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്രെഡിറ്റ് കൺട്രോളറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 2007 അവസാന കാലഘട്ടത്തിലാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. ഞാനൊരു ബാച്ചിലറായിട്ടാണ് അവിടെ ഞാൻ പോകുന്നതും. 2007 അവസാന കാലഘട്ടത്തിലാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. ഞാനൊരു ബാച്ചിലറായിട്ടാണ് അവിടേക്ക് പോകുന്നത്. ആ സമയങ്ങളിൽ അവിടെ സൗദി അറേബ്യയിൽ വളരെ ആത്മീയപരമായിട്ടൊക്കെ നോക്കിയാൽ വളരെ റെസ്ട്രിക്റ്റുള്ള രാജ്യമായിരുന്നു. ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. താമസിച്ച് വരുമ്പോൾ അവിടെ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളൊക്കെ വളരെ ശക്തമായിരുന്നു. ഞാൻ അവിടെ സൺഡേ സ്കൂൾ, കുഞ്ഞുങ്ങളെ പാട്ട് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ആ സമയങ്ങളിലൊക്കെ ഞാൻ പോകുമായിരുന്നു. 2009 എൻ്റെ വിവാഹം കഴിയുന്നത്. എൻ്റെ പപ്പായും അമ്മയും എനിക്ക് വേണ്ടി കണ്ടെത്തിയ എൻ്റെ വൈഫ് ലസിത മേരി തോമസ്, സ്വദേശം മാരാമണ്ണാണ്. ഞങ്ങളുടെ വിവാഹം 2009 കഴിയുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് സൗദി അറേബ്യയിൽ ഞങ്ങൾ അവിടെ ആയിരിക്കുന്നു. എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നത് ഒരു ബ്രിട്ടീഷ് സ്കൂളിലാണ്, അൽ മജീദ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. 2011 ഞങ്ങൾക്ക് ഒരു മകളെ ലഭിക്കുന്നു. ആൽഫിയ അലി വിൻസി എന്നാണ് മകൾ. ഇവിടെ ജനിച്ചു, നാട്ടിലാണ് ജനിച്ചത്. ജനിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ മകളുമായിട്ട് ആദ്യമായിട്ട് വൈഫുമായിട്ട് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ ഞാൻ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ CLS തിരുവല്ലയിൽ നിന്ന് 12 ബൈബിൾ ഞാൻ സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച് പോകുമ്പോൾ സൗദി അറേബ്യയിലെ നിയമം അനുസരിച്ച് നമുക്കറിയാം വചനം വിലക്കപ്പെട്ട മണ്ണാണ്. മറ്റ് ഒരു റിലീജിയനും അല്ലെങ്കിൽ ഒരു മതവും അവിടെ അനുവദനീയമല്ല. അപ്പം അവിടുത്തെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമുക്ക് യാതൊരു റിസോഴ്സും മറ്റു മതങ്ങളുടെ യാതൊരു റിസോഴ്സും അവിടെ അനുവദിക്കുന്നതല്ല. എന്നാൽ ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ അവിടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി 12 ബൈബിള് വാങ്ങിച്ച് എൻ്റെ ഹാൻഡ് ക്യാരിയിലിട്ടു. അത് ഞാൻ പൊട്ടിച്ച് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ അതൊരു രഹസ്യ സ്വഭാവത്തോട് കൊണ്ടുപോകാനോ ഒന്നും ഞാൻ ശ്രമിച്ചില്ല. അതേ ബാഗ് എന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വെച്ച് തുറന്നു. അതിനകത്തൊരു ലിക്വിഡ് ഉണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടി, ബേബി ലോഷൻ മാറ്റാൻ വേണ്ടി എന്നെ അത് ഓപ്പൺ ചെയ്തു. എന്നാൽ ആ സമയത്ത് പോലും ഞാൻ ആ ബാഗ് എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ വീണ്ടും ഞങ്ങളത് ചെന്നു സൗദി അറേബ്യയിലേക്ക് ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഞങ്ങളുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് വന്നപ്പോൾ ഈ ബൈബിൾ കിടക്കുന്ന ബാഗ് എന്നോട് തുറക്കാൻ വേണ്ടി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ബൈബിൾ അവിടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരുന്നില്ല. കുഞ്ഞുണ്ട്, അപ്പം അനേക ലഗേജുകളൊക്കെ ഉണ്ട്. വൈഫും കൈക്കുഞ്ഞുമായിട്ട് സൈഡിൽ ഒരു ട്രോളി പോർട്ടറുമായിട്ട് അവർ സൈഡിൽ നിർത്തിയിട്ട് എന്നോട് ആ ബാഗ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ആ ബാഗ് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ ഒരു പ്രയാസം, അതായത് വലിയൊരു പേടി, ഭയം ഉണ്ടായി. അതായത് ആ 12 ബൈബിളും അതേത് കെട്ടോടുകൂടി ആ ബാഗിലിരിക്കുകയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു അത് എന്നെ തുറക്കാൻ പറഞ്ഞു. തുറന്നപ്പോൾ ഹോളി ബൈബിൾ എന്നുള്ള ഒരു ബൈബിള് അവിടെ ഇരിക്കുകയാണ്. അത് എന്നെ കൊണ്ട് എടുപ്പിച്ചു. എൻ്റെ പാസ്പോർട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിൽ നിന്ന് വാങ്ങിക്കുകയും എൻ്റെ കയ്യിൽ ബൈബിളാണ്, പാസ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ്. എന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേക്ക് എന്നെ കൈമാറി. അപ്പോൾ എൻ്റെ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് നമുക്ക് വധശിക്ഷയോ അല്ലെങ്കിൽ മറ്റ് ഡീപ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എന്നെ നിയമം അനുവദിക്കുന്ന ഒരു ശിക്ഷാർഹമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നെ അവിടെ നിന്ന് മറ്റൊരു 3 സ്റ്റാർ ആ എയർപോർട്ടിൻ്റെ ഫുൾ സെക്യൂരിറ്റി ഇൻചാർജായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെലേക്ക് എന്നെ കൈമാറുകയാണ്. വൈഫും കുഞ്ഞും താഴെയാണ്, എന്ത് സംഭവിക്കുന്നത് അറിയുന്നില്ല. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? എൻ്റെ മനസ്സിലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു ഇതൊരു സ്റ്റോറി ബുക്കാണ്, ബൈബിൾ പരമായിട്ടാണ്. അപ്പോൾ അവർ മേളിൽ വായിച്ചു ദ ഹോളി ബൈബിൾ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ടേക്ക് യുവർ പാസ്പോർട്ട് എന്ന് പറഞ്ഞു. ഈ 12 ബൈബിളും ആ ഉദ്യോഗസ്ഥൻ പുറയിലേക്ക് എടുത്ത് എറിയുകയാണ്. ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ച് എൻ്റെ ഭവനത്തിൽ വരികയും എൻ്റെ ജീവിതത്തിൽ എന്നോട് ഉള്ള എൻ്റെ കോള് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനും ദൈവസന്നിധിയിൽ താഴ്ന്നിരിപ്പാനൊക്കെ ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ സാധിച്ചു.
എൻ്റെ ജീവിതത്തിൽ മറ്റൊരു ആത്മീയ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ നാട്ടിലായിരുന്ന സമയത്തിൽ VBSും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ ബാങ്കിൽ ജോലി കിട്ടിയ സമയത്ത് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നിന്ന് പത്തനാപുരം വരെ യാത്ര ചെയ്യുന്നുള്ളതായിരുന്നു. എന്നാൽ ആ സമയത്ത് എൻ്റെ നിക്സൺ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ നമ്മളെ ഇത് സഹായിക്കുകയും, ഞാനവിടെ ആശ്രയ എന്ന് പറഞ്ഞ മർത്തോമ സഭയുടെ ഒരു ഓർഫനേജ് ഉണ്ട്, അവിടെ ജുവനൈൽ കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ താമസിച്ചുകൊണ്ട് എനിക്ക് ബാങ്കിൽ പ്രവർത്തിപ്പാനും, പ്രത്യേകിച്ച് ആ ഒരു അനുഭവം, ആ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ളൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് മാതാപിതാക്കളെ കുറിച്ചുള്ള സ്നേഹവും കരുതലും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചിന്തിക്കാൻ എനിക്ക് അത് അവസരം ലഭിച്ചു. അവിടെയുള്ള 12-14 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. ആ കുഞ്ഞുങ്ങളുടെ ചിലർക്ക് മാതാപിതാക്കളില്ല, എന്നാൽ ചിലവർ ചില ക്രിമിനൽ കേസുകളിൽപ്പെട്ട് അവിടെ ആ സ്ഥാപനത്തിൽ വന്നവരാണ്. എന്നാൽ ആ കുഞ്ഞുങ്ങളുടെ കൂടി ഒരു 1.5 വർഷക്കാലം എന്നെ ജീവിച്ചത് കാരണം അനേക ജീവിതത്തിലുള്ള അനുഭവങ്ങളും എനിക്കുണ്ടായി. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് ഒരു പ്രവാസിയായിട്ട് സൗദി അറേബ്യയിൽ ചേക്കേറിയപ്പോഴും ഞാൻ ചെന്നെത്തുന്നതെല്ലാം ഒരു കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ഒരു മിനിസ്ട്രിയിലായിരുന്നു. ഇപ്പോൾ ഞാൻ അവിടെ ഒരു സൺഡേ സ്കൂൾ, അൽക്കോബാർ സൺഡേ സ്കൂൾ, മർത്തോമ സഭയുടെ സൺഡേ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ദൈവം എന്നെക്കുറിച്ചുള്ള വിളി ഞാൻ എപ്പോഴും മനസ്സിലാക്കി കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ഒരു മിനിസ്ട്രിയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ദൈവം എന്നെ ആ ഒരു മേഖലയിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു. സൗദി അറേബ്യ എന്നൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവിടെ വചനം വിലക്കപ്പെട്ടൊരു മണ്ണാണ്. മറ്റൊരു മതത്തിനും അവിടെ ഒരു സ്വാതന്ത്ര്യമില്ല. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളാണ് അവിടെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നെ ബാബു അങ്കിൾ, മുത്തലക്കൽ ഒരു അങ്കിളാണ് എന്നെ ആ കൂട്ടായ്മയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ സൺഡേ സ്കൂളുകളുണ്ട്, സൺഡേ സ്കൂളിൽ പാട്ട് പഠിപ്പിക്കാനൊക്കെ അവസരം ലഭിച്ചു. എന്നാൽ എക്യുമെനിക്കൽ കൂട്ടായ്മകൾ പങ്കെടുത്തത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായി. പല മർത്തോമ, പെന്തക്കോസ്, മറ്റ് യാക്കോബ, ഓർത്തഡോക്സ്, അങ്ങനെ പല സഭകളിൽ നിന്നുള്ള ആത്മീയ സഹോദരങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം, ആത്മീയ അനുഭവം, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു. പലപ്പോഴും നമുക്കറിയാം, അപ്പോസ്തലന്മാർ മുറി അടച്ചിരുന്ന യഹൂദന്മാരെ പേടിച്ച് ആരാധിച്ച കാലഘട്ടം പോലെ സൗദി അറേബ്യയിൽ നമുക്ക് വെളിയിലോട്ട് സൗണ്ട് കേൾക്കാൻ പാടില്ല. നമ്മളൊരു കൂട്ടായ്മയായിട്ട് ഒരു വീട്ടിൽ കൂടിയാൽ വണ്ടികളൊക്കെ വളരെ ദൂരെ പാർക്ക് ചെയ്ത് നടന്നാണ് ഒരു വീട്ടിലേക്ക് വരുന്നത്. ആ ഭവനത്തിൻ്റെ ആ മുറി സൗണ്ട് പ്രൂഫായിരിക്കും. ഒരു സൗണ്ട് പോലും വെളിയിൽ പോകാത്ത രീതിയിൽ വളരെ രഹസ്യമായിട്ടാണ് അവിടെ ആരാധനകൾ നടത്തുന്നത്. അത്രമാത്രം ആരാധന സ്വാതന്ത്ര്യമില്ലാത്തൊരു ദേശത്ത് കർത്താവിനെ ആരാധിച്ചത്, കർത്താവിനെ മൗത്വീകരിക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ ജീവിതത്തിന് ഏറ്റവും വലിയൊരു ആത്മീയ അനുഭവമാണ്. അതെൻ്റെ ജീവിതത്തിന്, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഒരുപാട് മുഖാന്തരമായി തീർന്നു. അവിടെ നമുക്കറിയാം, പലപ്പോഴും പലരും പിടിക്കപ്പെടാറുണ്ട്. പലരും ഒറ്റുകൊടുത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കെയർലെസ്സായിട്ടൊക്കെ ആരാധന നടത്തുമ്പോൾ പലതും അവിടെ പിടിക്കപ്പെടാറുണ്ട്. അങ്ങനെ പിടിക്കപ്പെടുന്നവരൊക്കെ അവരെ നാട് കടത്തുകയും ചിലപ്പോൾ ജീവപര്യന്തം ജയിലിലടയ്ക്കുകയും പല മുൻകാലങ്ങളിലൊക്കെ പലരെയും അവിടെ വധശിക്ഷയ്ക്ക് വരെ അവരെ വിധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്രകാരം അവിടെ വളരെ രഹസ്യമായിട്ടാണ് ആരാധനകളൊക്കെ നടത്തുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ, നമ്മുടെ നാട്ടിൽ ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും, നമുക്ക് ആരാധന സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും നമ്മൾ പലപ്പോഴും ഉദാസീനതയോടെ പ്രവർത്തിക്കുമ്പോൾ, എന്നാൽ സൗദി അറേബ്യയിൽ ചെല്ലുമ്പോൾ നമുക്ക് ആരാധന സ്വാതന്ത്ര്യമില്ലാത്തൊരു രാജ്യത്ത് ചെന്ന് ആരാധിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ശക്തിയും പരസ്പരം സ്നേഹത്തോടുകൂടി സഹോദരങ്ങൾ ഒത്തുചേർന്ന് പ്രാർത്ഥിപ്പാനൊക്കെയുള്ള കൃപ ലഭിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയൊരു അനുഭവമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ മുമ്പേ എന്നെ ബൈബിളിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ എയർപോർട്ടിൽ കസ്റ്റംസ് പിടിച്ചല്ലോ, അതേപോലെ ആ സമയത്ത് തന്നെ എൻ്റെ മറ്റൊരു സുഹൃത്ത്, അദ്ദേഹം അൽ മുത്തലക്ക് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മേലുദ്യോഗസ്ഥനായിരുന്നു. വളരെ ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ബഹ്റിനിൽ, നമുക്കറിയാം സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ റീജിയൻ്റെ ബൗണ്ടറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത രാജ്യം ബഹ്റിനാണ്. ബഹ്റിനിൽ നമുക്ക് ആരാധന സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, നമുക്ക് ചർച്ചകളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് അവിടുന്ന് നമ്മുടെ ബിബ്ലിക്കൽ റിലേറ്റഡ് റെഫറൻസ് ബൈബിൾസും ബുക്സൊക്കെ സൗദി അറേബ്യയിൽ എത്തിച്ച് പലരെയും സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അന്ന് മുത്തലക്ക് കോമ്പൗണ്ടിൽ വർക്ക് ചെയ്ത ഒരു അങ്കിൾ. ആ അങ്കിളിനെ എന്നെ ബൈബിൾ പഠിച്ച അതേ സമയത്ത് അദ്ദേഹത്തെ കോസ്വേയിൽ, അതായത് ബഹ്റിൻ സൗദി പാലം, ആ കോസ്വേ വെച്ച് അദ്ദേഹത്തിനെ പിടിക്കപ്പെടുകയും അദ്ദേഹം ഏകദേശം 1 വർഷത്തോളം കാലം ആ ജയിലിൽ അടയ്ക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പിതാവ് നാട്ടിൽ മരിച്ചിട്ട് പോലും അവർ നാട്ടിലോട്ട് വിടാനോ, അല്ലെങ്കിൽ വളരെ വലിയ സൗദി മേലധികാരികളൊക്കെ ഇടപെട്ടിട്ട് പോലും ജയിൽ മോചിതനാവാതെ അദ്ദേഹം ജയിലിൽ കിടക്കുകയും അദ്ദേഹത്തിൻ്റെ പിതാവ് ആ കാലഘട്ടത്തിൽ നാട്ടിൽ മരിച്ചുപോയി. അപ്പോൾ പോലും അദ്ദേഹത്തെ നാട്ടിൽ വിടാതെ 1 വർഷക്കാലം കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഡീപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് നാട് കടത്തപ്പെട്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ദൈവം നമ്മളെ കരുതുന്ന വിധങ്ങളും നമ്മൾ നടത്തുന്ന വിധങ്ങളും, ദൈവം നമ്മളെ വിളിക്കുന്ന വിളിക്ക് എപ്രകാരം നമ്മൾ ചെവി കോർക്കണമെന്നൊക്കെ ആ സാഹചര്യത്തിലൊക്കെ എൻ്റെ ജീവിതത്തിന് വലിയൊരു സാക്ഷ്യമായിരുന്നു. ഞാൻ പലപ്പോഴും അതൊക്കെ ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ആത്മീയ സഹോദരങ്ങളോടും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്.
എൻ്റെ ജീവിതത്തിൽ മറ്റൊരു അനുഭവം പ്രവാസി നിലയിൽ സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പല അനേക സുഹൃത്തുക്കൾ, നമ്മുടെ സ്വന്തം അപ്പൻ്റെ നാട്ടിൽ നമുക്ക് ലഭിക്കാത്ത അനേക സുഹൃത്തുക്കൾ നമുക്ക് അവിടെ ലഭിച്ചു. എൻ്റെ ജീവിതത്തിൽ മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അനേക സുഹൃത്തുക്കൾ നമുക്ക് സൗദി അറേബ്യയിൽ ലഭിച്ചു, മറ്റ് മതത്തിൽ വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ. അതിലൊരു സുഹൃത്താണ് അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്. അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ വളരെ സാമ്പത്തിക പ്രശ്നമായിട്ട് അദ്ദേഹം ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടമായിരുന്നു. ഒരു മുറിയിൽ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് താമസിക്കുന്ന ഒരു മജീദ്. അദ്ദേഹത്തുമായിട്ട് ഞങ്ങളുടെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ആ സമയത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചു. എന്നാൽ അതിനുശേഷം അദ്ദേഹം എൻ്റെ സ്ഥാപനം, ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും വളരെ സാമ്പത്തിക നില അദ്ദേഹം ഉയരുകയും വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഒരു മേലധികാരിയായിട്ട് മാറുവാൻ അബ്ദുൽ മജീദ് മാറി. ആ സാഹചര്യത്തിൽ പോലും അദ്ദേഹം പഴയ കാര്യമൊന്നും മറക്കാതെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കളെ അനേകം നമുക്ക് ലഭിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്രകാരം അനേക സുഹൃത്തുക്കൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മറ്റ് പല ആവശ്യങ്ങൾക്കും നമുക്കറിയാം, പല വിസ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പ്രവാസ ജീവിതത്തിലെ പ്രധാന ഘടകം. അപ്രകാരമൊക്കെ അനേക സുഹൃത്തുക്കൾ, എല്ലാം മറ്റ് രക്തബന്ധങ്ങളോ ഒന്നുമല്ല, എല്ലാം അവിടെ ചെന്ന് പരിചയപ്പെട്ട നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളാണ്. ആ സുഹൃത്ത് ബന്ധങ്ങൾ പലപ്പോഴും സാമ്പത്തികപരമായിട്ടുള്ള ഒരു ലാഭം നോക്കാതെ യഥാർത്ഥമായിട്ട് എന്താണ് നമ്മുടെ ബൈബിളിൽ പറഞ്ഞ പോലെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്ന വചനം പോലെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്ന പല ഉദാഹരണങ്ങളും ആ രാജ്യത്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമായിരുന്നു. സുഹൃത്ത് ബന്ധങ്ങൾ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥമായ ഒരു ആത്മീയ പശ്ചാത്തലം തന്നെ നമ്മുടെ ബന്ധങ്ങളിലുണ്ട്. ഇപ്പോഴും ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കും. മറ്റൊരു വലിയൊരു ദൈവം നമ്മളെ കരുതുന്ന വിധങ്ങളെ ഓർത്ത ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഒരു മേലുദ്യോഗസ്ഥനുണ്ടായിരുന്നു. പുള്ളി ഞങ്ങളുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. വളരെ സ്നേഹിതനാണ്, വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ജോലി ചെയ്യുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പല സൗദി സ്റ്റേഷൻ എന്ന് പറയുന്നൊരു പല നിയമപരമായിട്ട് അങ്ങനെ അവിടുത്തെ സാഹചര്യം പെട്ടെന്ന് പെട്ടെന്നാണ് മാറുന്നത്. ആ സാഹചര്യത്തിൽ ആ മേലുദ്യോഗസ്ഥൻ അനേകരെ പിരിച്ചുവിടാൻ ഉള്ള ഒരു പ്രവണത അവിടെ തുടങ്ങിയിരുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാവരെയും അദ്ദേഹം പിരിച്ചുവിട്ടു. എന്നിട്ട് കുറേ കോളേജിലെ ഇൻറ്റേൺഷിപ്പിന് വരുന്ന കുട്ടികളെ അവിടെ ജോയിൻ ചെയ്യുകയുണ്ടായി. ആ കാലഘട്ടത്തിലെ എല്ലാ പ്രശ്നങ്ങളും പുള്ളി എൻ്റെ മണ്ടകളിലേക്ക് ഇടാനും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നിലേക്ക് വരാനും വളരെ ജോലി പ്രഷർ അനുഭവിച്ച സാഹചര്യം. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ റിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തോട്, എൻ്റെ വൈഫിനോട് ഞാൻ ഷെയർ ചെയ്യുകയും ആ വ്യാഴാഴ്ചകൾ അവിടെ സാധാരണ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായിരുന്നു. ആ വ്യാഴാഴ്ചത്തെ എൻ്റെ എക്യുമെനിക്കൽ കൂട്ടായ്മയിൽ ഞാനിത് സാക്ഷ്യമായിട്ട് പറയുകയും ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ജോലി രാജിവെക്കുകയാണ്, എനിക്ക് അത്രയും പ്രഷർ ജോലി ചെയ്യാൻ സാധിക്കുകയില്ല, ഞാൻ ശനിയാഴ്ച ജോലിക്ക് ചെല്ലുമ്പോൾ ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുകയാണെന്ന് ഞാൻ വ്യാഴാഴ്ച എൻ്റെ കൂട്ടായ്മയിൽ ഞാൻ സാക്ഷ്യം പറയുകയും ഞാൻ ശനിയാഴ്ച ജോലിക്ക് ചെല്ലുമ്പോൾ എൻ്റെ മേലുദ്യോഗസ്ഥൻ അവിടെയില്ല. അദ്ദേഹത്തിന് എന്തോ കാരണത്താൽ പറഞ്ഞുവിടാനുള്ള കാരണം തന്നെ പറയാം. ഞാൻ ബുധനാഴ്ച വൈകിട്ട് ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ഒരു വാക്കേറ്റം ഉണ്ടായി. എൻ്റെ പപ്പ എന്നെ ഉപദേശിക്കുന്ന കാര്യമുണ്ട്, ദൈവത്തെ ഭയപ്പെടുക, മനുഷ്യരെ ബഹുമാനിക്കുക. ഞാനെപ്പോഴും എൻ്റെ ജീവിതത്തിൽ അതെപ്പോഴും പുലർത്തുന്ന ആളാണ്. ഞാൻ മനുഷ്യരെ ബഹുമാനിക്കുകയും ദൈവത്തെ മാത്രം ഭയപ്പെടുകയായിരുന്നു. ഈ മേലുദ്യോഗസ്ഥനുമായിട്ട് ഞാൻ വളരെ വലിയൊരു വാക്കേറ്റം ഉണ്ടാകുകയും എനിക്കറിയാം ഞാൻ ശനിയാഴ്ച ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ ഒന്നുകിൽ പിരിച്ചുവിടും. അപ്രകാരമുള്ള രീതിയിലുള്ള വാക്കേറ്റങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. വ്യാഴാഴ്ച എൻ്റെ കൂട്ടായ്മ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞു, ഞാൻ ജോലിയിലേക്ക് പോകുന്നില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിട്ട് ആ ബുധനാഴ്ച വൈകിട്ട് വാക്കേറ്റം ഉണ്ടായിട്ട് ഞാൻ വരുമ്പോൾ ഇദ്ദേഹത്തിന് ഞങ്ങളുടെ കമ്പനിയുടെ പൊസിഷൻ അനുസരിച്ചിട്ട് 5 മില്യൺ വരെയുള്ള ട്രാൻസാക്ഷൻസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സിഗ്നേച്ചർ ചെയ്യാനുള്ള അതോറിറ്റി ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഷെഹേൽ എന്ന് പറഞ്ഞ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ വൈസ് ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് അലോത്മാൻ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹമായിട്ട് ഒരു ട്രാൻസാക്ഷൻ ഷെയർ ട്രേഡിങ്ങിന് വേണ്ടി ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കുറച്ച് പണം തിരിമറി ചെയ്യുകയും ഒരു 15 മിനിറ്റത്തെ സമയം കൊണ്ടാണ് ഇവർ തിരിമറി ഉണ്ടായത്. അദ്ദേഹം പിൻവലിച്ചു, അവർ ട്രേഡിങ് നടത്തി തിരിച്ച് അതേപോലെ ആ പണം തിരിച്ച് ഞങ്ങളുടെ അക്കൗണ്ടിൽ. എന്നാൽ സൗദി അറേബ്യയിലെ മോണിറ്ററി ഏജൻസി സാമ എന്ന് പറയും, സൗദി അറേബ്യ മോണിറ്ററി ഏജൻസിക്ക് ഒരു യൂണീക്ക് കോഡ് ഉണ്ടായിരുന്നു. അവർ ഈ ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങളുടെ ചെയർമാനെ അറിയിക്കുകയും ഇദ്ദേഹത്തെ ഹോം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ വേണ്ടി ഉത്തരവ് ഇട്ടു. അപ്രകാരം ഞാൻ ശനിയാഴ്ച ജോലിക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്.
എൻ്റെ ജീവിതത്തിൽ ഇത് വലിയൊരു അനുഭവമായിരുന്നു, ഒരു സാക്ഷ്യമാണ്. കാരണം ഞാൻ റിസൈൻ ചെയ്യാൻ പോകേണ്ട സാഹചര്യത്തിൽ എൻ്റെ മേലുദ്യോഗസ്ഥനെ പറഞ്ഞു വിട്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഇതൊക്കെ ദൈവം നമ്മളെ കരുതുന്ന വിധങ്ങൾക്കായി എൻ്റെ സാക്ഷ്യമാണ്. മറ്റൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു വാഹനാപകടമാണ്. ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ഞാനും വൈഫും അന്ന് പിന്നെ ഒരുമിച്ച് കുഞ്ഞുമായിട്ട് എൻ്റെ മകളുമായിട്ട് ഒരു ടെക്സ്റ്റൈൽസിൽ പോയി തുണി വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. എന്നാൽ കുഞ്ഞ് ഉറങ്ങുകയായിരുന്നത് കാരണം ഞാൻ വൈഫിനെയും കൊണ്ടുപോയില്ല, കുഞ്ഞിനെയും കൊണ്ടുപോയില്ല. ഞാൻ തന്നെ പോയി ആ തുണികൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഒരു വാൻ വന്ന് ഒരു പിക്കപ്പ് വന്ന് എൻ്റെ വാഹനത്തിൻ്റെ പുറകിലിടിക്കുകയും ആ വാഹനത്തിൻ്റെ ചേസ് ബെൻഡായിട്ട് എൻ്റെ ബാക്കിലെ ഡിക്കി ഉൾപ്പെടെ 2 വാഹനത്തിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങിയ അവസ്ഥ. ആ സമയത്ത് എന്നാൽ എനിക്കൊരു അപകടം പറ്റിയില്ല. വാഹനം പൂർണ്ണമായിട്ടും അത് ടോട്ടൽ ലോസ് ആയിരുന്നു. എന്നാൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, എൻ്റെ കൂടെ എൻ്റെ വൈഫും മകളും കൂടെ വരാൻ വേണ്ടി ഒരുങ്ങിയിരുന്നതാണ്. കുഞ്ഞിൻ്റെ ബാക്കിലെ കാർ സീറ്റ്, അവിടെ കാർ സീറ്റിലെ കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. അപ്പം ആ കാർ സീറ്റ് ഞെരിഞ്ഞ് എൻ്റെ 2 സീറ്റിൻ്റെ ഞെരിഞ്ഞ് അമർന്നു പോയ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് കുടുംബമായിട്ട് യാത്ര ചെയ്തിരുന്നുവെങ്കിൽ ഉണ്ടാകുന്ന അനർത്ഥം വളരെ വലുതായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ആ സമയത്ത് കുഞ്ഞിനെ ഒന്നും കൊണ്ടുപോകാതെ ഞാൻ തന്നെ പോയതുകൊണ്ട് വലിയൊരു അനർത്ഥം ദൈവം ഞങ്ങളെ അവിടെ രക്ഷിച്ചു. പ്രത്യേകിച്ച് നമുക്കറിയാം, സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ആരാധന സ്വാതന്ത്ര്യം ഒട്ടുമില്ലാത്ത രാജ്യമാണ്. ഞാൻ ചെന്ന കാലഘട്ടത്തിൽ കുടുംബമായിട്ടൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് പല പ്രോഗ്രാംസ് നടത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പലപ്പോഴും ഞങ്ങൾ കൂടുമ്പോൾ, ഈവൻ നമ്മുടെ ക്രിസ്മസ് കരോൾ പോലുള്ള ആ സമയത്ത് നമ്മൾ കൂട്ടുമിച്ച് കൂടുമ്പോൾ എല്ലാവരുടെയും മൊബൈൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമായിരുന്നു. കാരണം ഒരുമിച്ച് കുറേ മൊബൈലുകൾ നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടാൽ പോലീസ് ട്രാക്ക് ചെയ്യും. അതുപോലെ മാത്രമല്ല, പല CIDകളും അവിടെയുണ്ട്. അപ്പോൾ അത്രമാത്രം നമ്മൾ മൊബൈലുകളൊക്കെ ഓഫ് ചെയ്തിട്ടാണ് അവിടുത്തെ പല ക്രിസ്മസ് കരോളുകളൊക്കെ നമ്മൾ നടത്തിയിരുന്നത്. ഇപ്പോൾ എന്നാൽ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമുക്കറിയാം, വളരെ ഫ്രീഡമുള്ളൊരു രാജ്യമാണ് സൗദി അറേബ്യ. എന്നാൽ ഇപ്പോഴും നമുക്ക് ആരാധന സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ള രാജ്യമല്ല. എന്നാൽ നമ്മുടെ എല്ലാ സഭകൾക്കും ഓൾമോസ്റ്റ് എല്ലാ ഒരു അപ്രൂവ്ഡ് ചർച്ചസായിട്ട് തന്നെ അവിടെ നിലകൊള്ളുന്നുണ്ട്. എന്നാൽ ഇവിടെ നാട്ടിൽ നിന്ന് വികാരിമാർ കടന്നു വരികയും പട്ടക്കാർ കടന്നു വരികയും ശുശ്രൂഷ ചെയ്യുകയൊക്കെ ചെയ്യുന്ന രാജ്യമാണ് ഇപ്പോൾ നമുക്ക് വളരെ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഇപ്പം നമുക്കറിയാം, സ്ത്രീകൾക്ക് ഒരു കാലഘട്ടത്തിൽ അവിടെ ഡ്രൈവിങ്ങിന് യാതൊരു ലൈസൻസിനോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കാത്തൊരു രാജ്യമായിരുന്നു. നമുക്കറിയാം, പർദ്ദ പോലുള്ള വസ്ത്രധാരണ നിലനിൽക്കുന്ന രാജ്യമായിരുന്നു അവിടെ. എന്നാൽ ഇന്ന് നമുക്ക് ആവശ്യക്കാർക്ക് മാത്രം പർദ്ദ ധരിച്ചാൽ മതി, മുഖം മറയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ അല്ലെങ്കിൽ നെയ്ബേഴ്സിനെ ശല്യപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് ആരാധന നടത്താനോ അല്ലെങ്കിൽ നമുക്ക് പാട്ടുകൾ പാടാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്നുണ്ട്. നമുക്കറിയാം, ക്രിസ്മസിനൊക്കെ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഭവനങ്ങൾ തോറും അവിടെ സന്ദർശിച്ച് ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിനെ കുറിച്ചൊക്കെ പാട്ട് പാടുന്ന ഒരു സാഹചര്യം ഇന്ന് സൗദി അറേബ്യയിലുണ്ട്. സൗദി അറേബ്യയെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഉദാഹരണമല്ല, ജീവിതത്തിൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്. സൗദി അറേബ്യ നമുക്കറിയാം, രവി സക്രിയ എന്ന് പറഞ്ഞ ലോകപ്രശസ്തനായ സുവിശേഷകൻ, അദ്ദേഹം സൗദി അറേബ്യ കടന്നു വരികയും അതിന് മുഖാന്തരമായി തീരുവാൻ എൻ്റെ മൂത്ത സിസ്റ്ററിനും ബ്രദറിനൊക്കെ സാധിച്ചു. അവരവിടെ കൊണ്ടുവരികയും വളരെ വിപുലമായ രീതിയിൽ വലിയൊരു പ്രോഗ്രാം രവി സക്രിയ അവിടെ കടന്നു വരികയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തൊരു കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഞാൻ 2007 സൗദി അറേബ്യ ചെല്ലുന്നത്. ഒരിക്കലും നമുക്കവിടെ ഒരു വിശ്വാസ സമൂഹം നിലനിൽക്കാൻ പറ്റുമോ എന്ന് അറിയാത്തൊരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ആത്മീയർ ഇവിടെ നാട്ടിൽ നിന്ന് കടന്നു പോകുന്ന വിശ്വാസ ജീവിതത്തിൽ താല്പര്യമുള്ളവർ, അപ്രകാരമുള്ള ആത്മീയരാണ് അവിടെയുള്ള എല്ലാ ചർച്ചസിൻ്റെ അല്ലെങ്കിൽ എല്ലാ ആത്മീയ കൂട്ടായ്മകളുടെയും മുഖാന്തരമായി തീരുന്നത്. ഞാൻ ചെന്ന 2007 മുതൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ വളരെ പ്രയാസമായിരുന്നു. നമുക്ക് ഇപ്രകാരം ഇന്ന് ഞങ്ങൾ കാണുന്ന ഒരു കോൺഗ്രിഗേഷനോ അല്ലെങ്കിൽ ഒരു ചർച്ചസായിട്ടൊക്കെ സഭകൾ രൂപാന്തരപ്പെടുമോ എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. എന്നാൽ അന്ന് വളരെ രഹസ്യമായിട്ടൊക്കെ നമ്മൾ ആരാധിക്കുമ്പോൾ ഇന്ന് നമ്മൾക്ക് വലിയ ഹോളുകളെടുത്ത് നമുക്ക് ഈവൻ വിശുദ്ധ കുർബാന വരെ നമുക്ക് അനുഷ്ഠിക്കാനുള്ള എല്ലാ സാഹചര്യവും സൗദി അറേബ്യയിലുണ്ട്. എന്നാൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മുടേതായ രഹസ്യ സ്വഭാവത്തിൽ അവിടെ ആരാധനകൾ ക്രമീകരിക്കണമെന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, വളരെ ശക്തമായിട്ട് അവിടെ ആത്മീയപരമായിട്ട് വളരെ വളർന്നു. ഒരു കാലഘട്ടത്തിൽ നമുക്ക് അപ്രകാരം അവിടെ ആരാധന മുമ്പോട്ട് നടക്കുമോ എന്ന് വളരെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു.
എന്നാൽ ഇന്ന് നമുക്ക് അവിടെ വളരെ സ്വാതന്ത്ര്യമുണ്ട്. ഓരോ സഭകൾക്കും ഓർത്തഡോക്സ്, യാക്കോബായ, മർത്തോമായ, പെന്തക്കോസ്ത് സഭകൾക്കൊക്കെ അവിടെ ഒരു ചർച്ചസായിട്ട് തന്നെ ഇവിടെ നാട്ടിൽ നിന്നുള്ള അനുമതി ലഭിക്കുകയും അവിടെ ഇപ്പം ഞാൻ കൂടി വരുന്നത് മർത്തോമ സഭയിലാണ്. അവിടെ മർത്തോമ ചർച്ചിൻ ദമാം തന്നെ കഴിഞ്ഞ വർഷക്കാലം ഞങ്ങളുടെ മർത്തോമ സിനഡ് അപ്രൂവ് ചെയ്യുകയും അവിടെ ഒരു ദേവാലയം ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കവിടെ ഒരു അച്ഛനുണ്ട്, അച്ഛനും കൊച്ചമ്മയും അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സൗദി അറേബ്യ ആത്മീയപരമായിട്ട് വളരുവാൻ ദൈവം ഇടയാക്കി. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്, അല്ലെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ രാജ്യത്തെ ഒരു ഉദ്ദേശമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ വരും കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരികൾക്ക് ദൈവം മനസ്സിലവ് തോന്നി അവിടെ നമുക്ക് നിയമപരമായിട്ട് സഭകളൊക്കെ ഉണ്ടാവാൻ ദൈവം അനുമതി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം അവിടുത്തെ ഭരണാധികാരികൾക്ക് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അവർക്ക് അപ്രകാരം ഒരു ലിബറേഷൻ ഉണ്ടാവാൻ അവരെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ കുടുംബമായിട്ട് അവിടെ താമസിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഇവിടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ പലപ്പോഴും ആത്മീയപരമായിട്ട് കുറച്ച് നാട്ടിൽ കുറേ പ്രവർത്തിച്ചതാണ്, അവിടെ പോയി ഒതുങ്ങിക്കൂടാമെന്നൊക്കെ പ്ലാൻ ചെയ്താണ് നമ്മൾ സൗദി അറേബ്യക്ക് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ദൈവം നമ്മളെ വിടത്തില്ല. നമ്മളെ എങ്ങനെയായാലും ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളൊരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകും. എനിക്ക് ലഭിച്ച കൂട്ടാളി അപ്രകാരമാണ്. മാരാമൺ സ്വദേശിയാണ്, ലസിത മേരി തോമസ്. എപ്പോഴും ഞാൻ മടി പിടിച്ചാലും അദ്ദേഹം എന്നെ പ്രാർത്ഥനയ്ക്ക് പോവുകയും ഞങ്ങൾ കൂട്ടായ്മകളിലൊക്കെ ഒരുമിച്ച് പങ്കെടുക്കുകയും പ്രത്യേകിച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന മുമ്പ് തന്നെ ഒരുമിച്ച് നമുക്ക് സൺഡേ സ്കൂളുകളിലൊക്കെ പ്രവർത്തിക്കാനൊക്കെ ദൈവം ഇടയാക്കി. എന്നാൽ കുഞ്ഞുണ്ടായതിനു ശേഷവും ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ ഇപ്പം ഒരു സൺഡേ സ്കൂളിൻ്റെ ഒരു പ്രധാന അധ്യാപകനായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് എൻ്റെ വൈഫും അവിടെ പ്രവർത്തിക്കുന്നു. കുഞ്ഞുങ്ങൾ 2 പേരാണ്, ആൽഫിയ, നേതൻ. അവിടെ ഞങ്ങൾക്ക് നല്ലൊരു സൺഡേ സ്കൂളുണ്ട്. ഏകദേശം 140 പരം കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സൺഡേ സ്കൂള്, 16 പരം അധ്യാപകർ പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂളുണ്ട്. വളരെ ശക്തമായ രീതിയിലാണ് അവിടെ നടക്കുന്നത്. എന്നാൽ നമ്മൾ നാട്ടിൽ വന്ന് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെയൊക്കെ ഒരു ശോചനീയ അവസ്ഥ കാണുമ്പോൾ ഇന്നത്തെ തലമുറ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു വെല്ലുവിളിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അവിടെയൊക്കെ ജീവിക്കുന്ന അവിടുത്തെ ജീവിതം പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ അനുകൂലമാണ്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ലഭിക്കാത്ത അനേക വലിയ അനുഭവങ്ങളാണ് അവർ ലഭിക്കുന്നത്. നമുക്കറിയാം, ആരാധന സ്വാതന്ത്ര്യമില്ലെങ്കിലും ഒരു കുറവും ആത്മീയപരമായിട്ട് യാതൊരു കുറവും വരാത്ത രീതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ നമ്മൾ നയിക്കുന്നത്. നല്ല സൺഡേ സ്കൂളുകളെല്ലാം ഓൾമോസ്റ്റ് എക്യുമെനിക്കലിലും എല്ലാ സഭകളിലും ഒക്കെ നമുക്ക് നല്ല സൺഡേ സ്കൂളുകളുണ്ട്. തലമുറകളെ ദൈവസന്നിധിയിൽ വാർത്തെടുക്കാനൊക്കെ ഈ സംഘടനകളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ സഹായിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലുള്ള മറ്റൊരു വെല്ലുവിളിയാണ് നമ്മുടെ ജോലിപരമായിട്ട് നമുക്ക് നിലനിൽക്കുക എന്നുള്ളത്. നമുക്കറിയാം, അവിടെ ലോക്കലൈസേഷൻ, അതായത് സബ്സിഡൈസേഷൻ, അവിടുത്തെ സ്വദേശികൾക്ക് ജോലികൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദേശികളെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാന തത്വം. ഇപ്പോൾ നിയമത്തിൻ്റെ വലിയൊരു വെല്ലുവിളി. നമ്മുടെ അനേകർക്ക് ജോലി ഇത് കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പോസ്റ്റ് കൊറോണ കാലഘട്ടത്തിൽ അനേകർക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയും നമ്മുടെ സ്വദേശത്തെ കടന്നു വരികയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് അവിടുത്തെ ഈ ലോക്കലൈസേഷൻ, ഈ സബ്സിഡൈസേഷൻ്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് മേഖല, ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിലായാലും വളരെയധികം സ്വദേശിവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പല സഹോദരങ്ങളും എക്സ്പാറ്റ്സിന്, നമ്മുടെ ഇന്ത്യക്കാർക്ക് മറ്റ് രാജ്യക്കാർക്കും അവിടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ഞാൻ ഹെഡ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് വരെ എന്ന് പറയാം, നാളെ എന്തെന്ന് എനിക്കറിയത്തില്ല, ഇന്ന് വരെ ദൈവം നടത്തി യാതൊരു പ്രതികൂലവും ആ ഒരു പൊസിഷനിൽ കടന്നു വരാതെ ദൈവം പരിപാലിച്ച്. പ്രത്യേകിച്ച് എനിക്ക് വേറൊരു അനുഭവം അവിടെ പറയാനുള്ളത്, അവിടെ ജോലി ചെയ്യണമെങ്കിൽ അവിടുത്തെ സൗദി മോണിറ്ററി ഏജൻസി അപ്രൂവൽ ലഭിക്കുകയും അവിടുത്തെ എക്സാം പാസ്സാകുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. IFSC എക്സാം എന്ന് പറയും, ഇൻഷുറൻസ് ഫൗണ്ടേഷൻ കോഴ്സ് എക്സാം. പ്രത്യേകിച്ച് നമ്മൾ വിദേശികളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. എൻ്റെ മാത്രമല്ല, അവിടുത്തെ കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ 70% മാർക്ക് വാങ്ങിക്കണം. മാത്രമല്ല, ഇംഗ്ലീഷ് മീഡിയം സെലക്ട് ചെയ്യുന്നവർക്ക് വളരെ ടഫായിരിക്കും ക്വസ്റ്റ്യൻ. 2 മീഡിയമാണ് അവിടെ ഉള്ളത്, അറബിക് മീഡിയമുണ്ട്, ഇംഗ്ലീഷ് മീഡിയമുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ആര് അപ്രൂവ് ചെയ്ത് നമ്മൾ എക്സാം എഴുതിയാലും ഒരു ഭൂരിഭാഗം പേരും തോൽക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. എന്നാൽ അറബിക് മീഡിയ എഴുതി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും പാസ്സാവും. അപ്പം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അപ്രകാരം എക്സാം കമ്പൾസറി എഴുതണം, കാരണം ഞാൻ ഫിനാൻസ് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. എഴുതണം എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ എൻ്റെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു. എപ്രകാരം എക്സാം പാസ്സാവും? എനിക്ക് 3 ചാൻസേ ഉള്ളൂ. ഈ 3 ചാൻസിൽ ഞാൻ തോറ്റുപോയാൽ എനിക്ക് പിന്നെ ആ ഒരു പൊസിഷനിൽ ആ രാജ്യം നിലനിൽക്കാൻ പറ്റത്തില്ല. ഞാൻ മടങ്ങി എൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകണം എന്നുള്ളതാണ് അവിടുത്തെ നിയമം. എന്നാൽ ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ ഏകദേശം 10-16 വർഷക്കാലം ജോലി ചെയ്തെങ്കിലും
നമുക്ക് ആ ഒരു എക്സാം പാസ്സാവണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം. എന്നാൽ ദൈവം സഹായിച്ച് ഞാൻ ആ ബാച്ചിൽ എഴുതിയ ഞങ്ങളുടെ ബാച്ചിൽ എനിക്ക് അത് പാസ്സാവാൻ ദൈവം സഹായിച്ചു. അതിൽ 70% കൂടുതൽ മാർക്ക് ലഭിക്കാൻ ദൈവം സഹായിച്ചു. അപ്രകാരമാണ് ഞാൻ അവിടെ നിലനിൽക്കുന്നത്. ഇതൊക്കെ ദൈവത്തിൻ്റെ കരുണയാണ്. കാരണം ദൈവത്തിൻ്റെ കരുണയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ എക്സാം ഒന്നും പാസ്സാവാനുള്ള യാതൊരു പ്രാഗൽഭ്യമോ യാതൊരു ക്വാളിഫിക്കേഷനും ഉള്ള ആളല്ല. എന്നാൽ ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങളാണ് ഇതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്.